ഗായ്സ്, ഞങ്ങൾ പോകുന്നത് പയ്യാവൂർ ഉത്സവത്തിനേക്കാണേ. കുറേ കൊല്ലം കൂടിയിട്ട് പോകുന്നതാണ് കേട്ടാ. കുറേ കൊല്ലമായി പോകാത്ത, സ്കൂളിൽ പഠിക്കുമ്പോൾ പോയതാണ്. എവിടെയാ ഒന്നും അറിയില്ല. ഞങ്ങൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോക്കാന്നേ. ആതിരയും ഉണ്ട്, അയനയും ഉണ്ട്. സോറി, ചൂളിയാടാന്ന് കേട്ടാ. കാഴ്ച കാണാൻ വേണ്ടി പോക്കാന്നേ. ചിലപ്പോൾ ആടുന്ന് നമുക്ക് പയ്യാവൂരേക്ക് പോകാൻ തോന്നിയാൽ നമ്മൾ പയ്യാവൂരേക്ക് പോകും. നമ്മളങ്ങനെ നടക്കലാന്ന് കേട്ടാ. സ്കൂട്ടി എടുത്തിട്ടില്ല. സ്കൂട്ടിയിൽ ഇത്രയൊക്കെ പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സ്കൂട്ടിയൊന്നും എടുത്തില്ല. നമ്മൾ നടക്കലാന്ന്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. ബസ് കാത്തിക്കുന്ന, ബസ് വരുന്നിടത്തേക്ക്. എന്നാൽ ഓരോ വീഡിയോസായിട്ട് ഇടാവേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഞങ്ങൾ കുറച്ച് പേരുണ്ട് കേട്ടാ. ഞങ്ങൾ ഇതൊക്കെ പണ്ട് സ്കൂൾ വിട്ട് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും പോകുന്ന വഴിയാണേ. ഇതിലേക്കൂടെ ഒന്നും ഇപ്പോൾ പോക്കേ ഇല്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ വഴിയിലൂടെ പോക്കാണ്. ആ സമയത്ത് ബസ് ഉണ്ടായി. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ചൂളിയാട് എത്തിയിട്ടുണ്ടേ. അപ്പോൾ വാഴക്കൊലയൊക്കെ ഇങ്ങനെ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കലാണ് കേട്ടോ അവർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നേ ചൂളിയാട്. നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈ വാഴക്കൊലയൊക്കെ എടുത്തിട്ട് പയ്യാവൂർ പോകുന്നവർ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നേ. ഇവിടെ പോയാലുണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് പഠിച്ചവരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവട്ടെ. നമുക്കറിയുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിൽക്കലാണേ. നല്ല വയൽ വരമ്പത്തൂടെ ആയിട്ട് അവർ കാഴ്ചയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിനി. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അങ്ങനെ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായിട്ട് അവിടെ ചെരുപ്പൊന്നും ഇടാണ്ട് റോഡിലേക്ക് കൂടി നടക്കലാണ്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു കൊടുക്കും. വലിയ ചൂടൊന്നും അനുഭവപ്പെടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളും അവരെ കൂടെ തന്നെ നടക്കലാണ്. ഞങ്ങൾ അങ്ങ് പയ്യാവൂർ പോകണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പയ്യാവൂരും കൂടി പോയി വരാന്ന് നിൽക്കുമ്പോണ്ട് അവിടെ ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ നമ്മൾ പയ്യാവൂർക്ക് പോയി കേട്ടോ. നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഒരു പാനവെള്ളം എന്ന് പറഞ്ഞിട്ടൊരു വെള്ളം കിട്ടാനുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു പാനവെള്ളമൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി പാനവെള്ളമൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റാണ്. വീട്ടിലേക്ക് വേണമെങ്കിൽ വീട്ടിലേക്കും തരും. അങ്ങനെ ഞങ്ങൾ പാനവെള്ളമൊക്കെ കുടിച്ചു. ഒരുപാട് കടകളും ചന്തകളൊക്കെ ഉണ്ടായിരുന്നേ. വലിയ അരയാലിൻ്റെ ചുവട്ടിലായിരുന്നു കേട്ടോ പാനവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആ തിക്കിലെല്ലാം ഉന്തിപ്പോയി നമ്മളും കുടിച്ചു. അല്ലുക്കുട്ടനും ആദ്യമായിട്ടാണ് പാനവെള്ളമൊക്കെ കുടിക്കുന്നത്. ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ ഓമനക്കാഴ്ച കാണാനും വരുന്നത്. ഒരുപാട് ആളുണ്ട്. നമ്മൾ പാനവെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കലാന്നേ. കുറേ നാൾ കൂട്ടിട്ട് കുടിക്കുന്നത് പാനവെള്ളം. അത് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടാ. ഒരുപാട് പേരുണ്ടായി. നമ്മൾ കാഴ്ചനെ കുറച്ച് മുന്നിലേക്ക് നടന്നു പോകാൻ, ഫ്രണ്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. തീരുണ്ട് പൗണ്ടാണ് ഒന്നാമത്തെ കുട്ടികളെല്ലാം പോകുന്നു. നടക്കും. ഇപ്പൊ മേടിക്ക് കൊടുക്കാം. ഇങ്ങനെ പോരെ വീട്ടുമ്പോഴേക്ക് കുറച്ചുണ്ട്.
അതന്നെ സ്ത്രീകൾക്ക് നടക്കുകയാണ് നടക്കേണ്ടത് അല്ലേ? ഒരു സൈഡിൽ അതാടി വീണു. ഹലോ, അതന്നെ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് വരെ നോക്കും. ബസ്സിൻ്റെ അടുത്ത് വരെ പോയോ ചാടി അങ്ങോട്ടിട്ടേക്കണ്ട ഇത് അങ്ങോട്ടില്ലേ സ്ത്രീകൾക്ക് നടക്കുകയാണ് നടക്കേണ്ടത് അല്ലേ? ഒരു സൈഡിൽ അതാടി വീണു. ഹലോ, അതന്നെ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് വരെ നോക്കും. ബസ്സിൻ്റെ അടുത്ത് വരെ പോയോ ചാടി അങ്ങോട്ടിട്ടേക്കണ്ട ഇത് അങ്ങോട്ടില്ലേ അങ്ങനെ ഞങ്ങൾ പയ്യാവൂരേക്കുള്ള ബസ്സിലൊക്കെ കയറി പയ്യാവൂരെത്തിയേ. ഇറങ്ങിയ പാട് ഞങ്ങൾ എല്ലാവരും കൂടി വത്തക്ക വെള്ളം കുടിച്ചേ. നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു വത്തക്ക വെള്ളം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയേ. ഒരുപാട് കടകളും ചന്തകളും ഒക്കെ ഉണ്ടായിരുന്നുവേ. ഞങ്ങൾ വേഗം ഞാനും അമ്മയും അനിയത്തിയും കൂടി വേഗം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിലോ മറ്റേ കിടമ്പെടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ കറക്റ്റ് ടൈമായിരുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ തൊഴുതു. കുറേ സമയം അവിടെ നിന്ന് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നല്ല തിരക്കാന്ന്. കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിട്ടില്ല. എൻ്റെ അല്ലെങ്കിൽ ആദ്യമായിട്ട് വരികയും ചെയ്തവൻ വന്നിട്ട് മടുക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ. കാരണം ഓനിങ്ങനെ തിക്കും തിരക്കും അതൊന്നും ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ആന വരുന്ന കാണാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന മുന്നോട്ടാ. പിന്നെ അവിടെ കുഴിയിലൂടെ ആ കനലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പറയുന്നേക്കാം. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു. നമ്മളും അവരെല്ലാവരും നിൽക്കുന്നിട്ട് നിന്ന് നമുക്കൊന്നും അറിയൊന്നുമില്ല. അങ്ങോട്ട്
അങ്ങനെ ഞങ്ങൾ വിശന്നായപ്പോൾ ഞങ്ങൾ വേഗം അമ്പലത്തിൽ ചോറുണ്ണാൻ വേണ്ടി പോക്കാണേ. 3:45 4 മണിയായിന് കേട്ടാ. എന്നാലും അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറും മേടിച്ചു, നല്ല സാമ്പാറുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കൂട്ടി നല്ലൊരു ചോറ് കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ കടയിലേക്ക് പോയേ. നല്ല കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു സ്ഥലം പോലും ബാക്കിയില്ല. നല്ല തിക്കും തിരക്കുമായിരുന്നേ. 5 മണിയാകുമ്പോഴത്തേക്ക് കാഴ്ച ഒക്കെ അമ്പലത്തിലേക്ക് എത്തും കേട്ടോ. അമ്മ അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഏകദേശം കാഴ്ചയ്ക്ക് വരേണ്ട സമയമായി. ഞങ്ങൾ പുറത്ത് പോയി നിൽക്കാൻ നമുക്ക് സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടാ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലൈവൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ കാണാൻ അടിപൊളി രസമാണേ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി കാഴ്ചയായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരുപാട് ആളുണ്ടായിരുന്നു. കാളയും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കൊടകളുടെ മടക്കം എന്നാണ് പറയുന്നത്. അതെ, തൂക്കുമാർ പേടിച്ചു കൊടുത്തു. അതെ.